ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് അരിയും ഉഴുന്നും മാത്രം വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കലെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് അരിയും ഉഴുന്നും കൂടി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ 1 കപ്പ് ഉഴുന്നും. പിന്നെ ഞാൻ ഇവിടെ ജസ്റ്റ് 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് നമുക്ക് 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ 6-7 മണിക്കൂർ കുതിർത്ത് വെച്ച റൈസാണ്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നല്ല കട്ടിയിൽ അരച്ചെടുക്കാം. അധികം വെള്ളമൊന്നും ചേർക്കാതെ. ലൂസായി പോവാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായി കിട്ടൂല. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ അരി കുതിരാനിടുന്നതിന് മുമ്പേ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, അധികം ഇടണ്ട. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നല്ല തിക്കായിട്ട് അരച്ചിട്ടുണ്ട്. ലൂസായി പോവരുത്, അപ്പോൾ പിന്നെ ഇഡ്ഡലി നമുക്ക് സോഫ്റ്റായി കിട്ടൂല. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ച് ഒരു 8-9 മണിക്കൂർ അതൊന്ന് പുളിക്കാൻ വെക്കാം. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ വേഗം പുളിച്ച് വരും. ഞാനിവിടെ ഈ ഒരു കളറിന് വേണ്ടി ഒരു പീസ് ക്യാരറ്റ് ഇട്ട് അടിച്ചെടുത്തതാണ്, ആ ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടി. അതുപോലെ ഈ പച്ച കളറിന് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയിലിട്ട് അരച്ചതാണ്. നമുക്കിത് നന്നായിട്ട് നല്ല വൃത്തിയിൽ കവർ ചെയ്യണം, എയറൊന്നും കടക്കാത്ത വിധത്തിൽ. എന്നിട്ട് നല്ല ഒരു തണുപ്പൊന്നും കടക്കാത്തൊരു സ്ഥലത്ത് കൊണ്ടുവെക്കുക. അപ്പോൾ നന്നായിട്ട് പൊങ്ങി അത് പുളിച്ച് വരും. അപ്പോൾ ഇവിടെ നമ്മുടെ അരിയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം പുളിയൊക്കെ ആയിട്ട് നല്ല ഇഡ്ഡലി മാവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എല്ലാ കളറും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് നമ്മുടെ ഈ ഇഡ്ഡലി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിനൊരു 8 മിനിറ്റ് മതിയാവും, 8 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചൂടോടെ നമുക്ക് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ച് അത് തണുപ്പിച്ചതിന് ശേഷം നമുക്കതിൽ നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ച് മെല്ലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പാത്രത്തിലൊന്നും പറ്റിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഇഡ്ഡലിയും വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്